നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കും. തീരുമാനം തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ. VD സതീശന് ഗൂഢലക്ഷ്യമെന്നും തന്നെ ഒതുക്കാൻ ശ്രമമെന്നും PV അൻവർ. UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അൻവർ എന്ന് VD സതീശൻ. UDF യോഗം നാളെ. അൻവർ കറിവേപ്പില എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ റെഡ് അലർട്ട്. കനത്ത കാറ്റിലും മഴയിലും വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. ആലപ്പുഴ എറണാകുളം പാതയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി കുമളിയിൽ ലോറിക്ക് മുകളിൽ മരം വീണ് ഡ്രൈവർ മരിച്ചു. 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കും. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ കരാർ കമ്പനിക്ക് വീഴ്ച പറ്റിയെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചു. മണ്ണ് പരിശോധന നടത്തിയില്ലെന്നും ഡിസൈനിൽ വൻ തകരാറെന്നും കണ്ടെത്തൽ. ഇടിഞ്ഞ ഭാഗം പുനർനിർമ്മിക്കും. കൂരിയാട് പാതയുടെ സംരക്ഷണ ഭിത്തി ഇന്ന് വീണ്ടും തകർന്നു. എറണാകുളം കാലടിപ്പാലത്തിലെ കുഴിയിൽ കുരുങ്ങി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഇന്ത്യൻ സർവകക്ഷി പ്രതിനിധി സംഘം സൗദിയിലെ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. BJP വക്താവെന്ന വിമർശനത്തിന് മറുപടിയുമായി ശശി തരൂർ MP. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും തനിക്ക് മറ്റു ചില നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും തരൂരിനെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ട്രംപ് ഭരണകൂടം വിവിധ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ താരിഫ് നിർത്തിവെക്കാൻ അമേരിക്കൻ ഫെഡറൽ കോടതിയുടെ ഉത്തരവ്. ട്രംപിന്റെ നടപടി അധികാര ദുർവിനിയോഗം. രാജ്യങ്ങളുമായുള്ള വാണിജ്യം നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം US കോൺഗ്രസിനെന്നും കോടതി. ട്രംപ് സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ വിഭാഗത്തിലെ പദവി ഒഴിഞ്ഞ് ഇലോൺ മസ്ക്. UAE-യിൽ ധനകാര്യ വിഷയങ്ങളിൽ സമൂഹമാധ്യമങ്ങളിലൂടെ ഉപദേശം നൽകുന്നവർക്ക് പുതിയ ലൈസൻസ് വേണമെന്ന് നിർദ്ദേശം. ഫിൻഫ്ലുവൻസർ എന്ന പേരിൽ ലൈസൻസ് നിർബന്ധമാക്കി സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റി. വിശദമായ വാർത്തകളിലേക്ക്. നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കും. മഞ്ചേരിയിൽ ചേർന്ന തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. ഒത്തുതീർപ്പ് ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെയാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചത്. PV അൻവർ തന്നെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകും. UDF-മായി ഒത്തുതീർപ്പിനില്ലെന്ന സൂചന നൽകുന്നതാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരായ ഇന്നും തുടർന്ന വിമർശനം. ഷൗക്കത്തിന് തോൽക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് PV അൻവർ പറഞ്ഞു. നാളെ നടക്കുന്ന പ്രവർത്തക സമിതി യോഗത്തിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകും. അതേസമയം നാളെ നടക്കുന്ന UDF യോഗത്തിൽ വലിയ അത്ഭുതമുണ്ടാക്കുന്ന തീരുമാനങ്ങളുണ്ടായാൽ തൃണമൂൽ കോൺഗ്രസ് തീരുമാനത്തിൽ മാറ്റമുണ്ടാകാം. അല്ലെങ്കിൽ നിലമ്പൂരിൽ 3ാം തവണയും അൻവർ സ്ഥാനാർത്ഥിയായി തുടരും. അമൃത ന്യൂസ്, മലപ്പുറം. നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിയെ നാളെ അറിയാനാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം പ്രഖ്യാപനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്കാണ് CPM-ന്റെ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതെന്നാണ് സൂചന. സ്വതന്ത്രനെങ്കിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നതെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് എന്നീ പേരുകളാണ് മുൻഗണനയിലുള്ളത്. അതിനിടെ അൻവർ കറിവേപ്പില പോലെയായല്ലോ എന്നാണ് മുഖ്യമന്ത്രിയുടെ പരിഹാസം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ LDF ആശയക്കുഴപ്പത്തിലാണ് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം എതിരാളികൾ പ്രചാരണം ശക്തമാക്കുകയാണ്. അതേസമയം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആദ്യമേ വ്യക്തമാക്കിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ്. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. ചർച്ചകൾക്ക് നാളെ പരിസമാപ്തിയാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ്. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപനവും നടത്തും. പൊതുസമ്മതൻ സ്ഥാനാർത്ഥിയാകുമെന്ന് MV ഗോവിന്ദൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് തന്നെയാണ് ചർച്ചകൾ എത്തി നിൽക്കുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, ചുങ്കത്തറ മാർത്തോമ കോളേജ് മുൻ പ്രിൻസിപ്പൽ M തോമസ് മാത്യു എന്നിവരുടെ പേരുകളാണ് ചർച്ചയിലുള്ളത്. അതേസമയം ഡോക്ടർ ഷിനാസുമായി പാർട്ടി നേതാക്കൾ ചർച്ച നടത്തിയിട്ടുമുണ്ട്. ആശുപത്രി സൂപ്രണ്ട് എന്ന നിലയിൽ നിലമ്പൂരിലുള്ള സ്വാധീനം, താലൂക്ക് ആശുപത്രിയെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്താൻ ശ്രമിച്ചത്, ആദിവാസി ഊരുകളിലെ ജനകീയത തുടങ്ങിയവ ഷിനാസിന് മേൽക്കൈ നൽകുന്നു. എന്നാൽ അൻവറിന്റെ സ്വാധീനത്തിലല്ല കഴിഞ്ഞ 2 തവണയും മുന്നണി ജയിച്ചത് എന്ന് തെളിയിക്കണമെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണമെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയി, DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീർ എന്നീ പേരുകളാണ് സജീവ ചർച്ചയിലുള്ളത്.
അതിനിടെ PV അൻവറിനെ കറിവേപ്പിലയോട് ഉപമിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. മറ്റേയാളെ പറ്റി അധികം പറയണ്ട, അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. അതിൽ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരവും കൊല്ലവും ഉൾപ്പെടെ 6 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. നാളെ 6 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴക്കെടുതി നേരിടാൻ സംസ്ഥാനത്ത് 9 NDRF ടീമുകളെ ഉടൻ വിന്യസിപ്പിക്കുമെന്നും 59 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. 4 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നതിനിടെയാണ് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ കൂടി കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നതിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്നുണ്ടായ ശക്തമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടതുകൂടാതെ വാഹനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. മഴക്കെടുതിയിൽ 2 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് നെയ്യാർ ഡാമിന്റെയും ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെയും ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മഴക്കെടുതി നേരിടാൻ സംസ്ഥാനത്ത് 9 NDRF ടീമിനെ കൂടി ഉടൻ വിന്യസിക്കും. 59 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1296 പേരെ മാറ്റിപ്പാർപ്പിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാനത്ത് 59 ക്യാമ്പുകളാണുള്ളത്. 1296 ആൾക്കാരെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 9 ടീമുകളെ മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് വിന്യസിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ നാളെ 9 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം, എറണാകുളം, തൃശൂർ, വയനാട്, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. MG യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മധ്യ കേരളത്തിൽ കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ കനത്ത മഴ. ഇടുക്കി കുമളിയിൽ മരം ഒടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീജിത്ത് മനോജാണ് മരിച്ചത്. വട്ടവടയിൽ കനാലിൽ വീണ് കോവിലൂർ സ്വദേശി വിഷ്ണുവും മരണമടഞ്ഞു. ആലപ്പുഴ എഴുപുന്നയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണതിനെ തുടർന്ന് ആലപ്പുഴ എറണാകുളം റൂട്ടിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കോട്ടയം നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കോട്ടയം താഴത്തങ്ങാടി, ഇല്ലിക്കൽ, കുമ്മനം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത്. കനത്ത മഴയിൽ മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം തുടരുകയാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് സെൻട്രൽ വെയർഹൌസിന് സമീപം മരം വീണ് 3 വാഹനങ്ങൾ തകർന്നു. 2 കാറുകളും ഓട്ടോറിക്ഷയുമാണ് തകർന്നത്. ആലുവ ദേശം കുന്നുംപുറത്ത് ദേശീയപാതയിലേക്ക് മാവ് മറിഞ്ഞു വീണ് വൈകിട്ട് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. സ്ഥലത്ത് 4 കിലോമീറ്ററോളം ഗതാഗത സ്തംഭനമുണ്ടായി. ആലപ്പുഴ എഴുപുന്നയിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണു. ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ ആലപ്പുഴ തീരദേശപാതയിൽ ട്രെയിനുകൾ വൈകി. വൈദ്യുതി ലൈനും ട്രാക്കിലേക്ക് പൊട്ടി വീണിരുന്നു. തകഴിയിലും ട്രാക്കിലേക്ക് മരം വീണു. ഇതുമൂലം ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. കുട്ടനാട്ടിലെ പുളിങ്കുന്നിൽ മാവേലി സ്റ്റോർ വെള്ളത്തിൽ മുങ്ങി. സാധനങ്ങൾ ഭാഗികമായി നശിച്ചു. തൊട്ടടുത്തുള്ള കൃഷിഭവൻ, മൃഗാശുപത്രി എന്നിവിടങ്ങളിലും ഇന്ന് പെയ്ത കനത്ത മഴയിൽ വെള്ളം കയറി. ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു. നിരണം തോട്ടടി സ്വദേശി ഗീവർഗീസിനാണ് പരിക്കേറ്റത്. ശക്തമായ മഴ തുടരുന്നതിനിടെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കോട്ടയം താഴത്തങ്ങാടി, ഇല്ലിക്കൽ, കുമ്മനം തുടങ്ങിയ പ്രദേശങ്ങൾ, തിരുവാർപ്പ്, ആർപ്പൂക്കര, ഐമനം, കുമരകം എന്നീ പഞ്ചായത്തുകളിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. കുമ്മനം തൈക്കാട് തൃക്കോവിൽ ക്ഷേത്രം, കുമ്മനം തൊണ്ടമ്പ്രാൽ LP സ്കൂൾ, താഴത്തങ്ങാടി പാറപ്പാടം ക്ഷേത്രം എന്നിവിടെയും വെള്ളം കയറി. കോട്ടയം ഐമനത്ത് വിരിപ്പ് കൃഷിക്കായി ഒരുക്കിയ പാടശേഖരത്തിൽ മട വീണു. കാലവർഷക്കെടുതിയിൽ കോട്ടയം ജില്ലയിൽ കാർഷിക മേഖലയ്ക്ക് 4.27 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്ക്. കോട്ടയം ജില്ലയിൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 83 കുടുംബങ്ങളിൽ നിന്നുള്ള 246 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. കുമളിയിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിക്കും ബസിനും മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു. അതിർത്തിയിലെ തമിഴ്നാട് ബസ് സ്റ്റാൻഡിലാണ് സംഭവം. ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ശ്രീജിത്തിനെ ഫയർഫോഴ്സ് സംഘമെത്തി മരം മുറിച്ചു മാറ്റിയ ശേഷം ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ലോറിയിലുണ്ടായിരുന്ന മറ്റൊരാൾക്ക് കൂടി അപകടത്തിൽ പരിക്കേറ്റു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി 10-ാം മൈൽ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. ജലനിരപ്പ് റെഡ് അലർട്ടിലെത്തിയതോടെ ഇടുക്കി പൊന്മുടി അണക്കെട്ട് തുറന്നു. 3 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇതോടെ ഇടുക്കി ജില്ലയിൽ 4 അണക്കെട്ടുകളാണ് തുറന്നിരിക്കുന്നത്. തൃശൂർ കുന്നംകുളം മേഖലയിൽ രാവിലെ ഉണ്ടായ കനത്ത കാറ്റിൽ നഗരസഭാ ഓഫീസിനോട് ചേർന്ന വലിയ പൂമരം കടപുഴകി വീണു.
ഈ ഭാഗത്തെ ഇലക്ട്രിക് കമ്പികൾ ഉൾപ്പെടെയുള്ളവ പൊട്ടുകയും വൈദ്യുതി വിതരണം താറുമാറാകുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് യാത്രാ നിരോധനം. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിരോധിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. വടക്കൻ ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടും മറ്റ് വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ്. രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ ലോട്ടറി കടയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ് ലോട്ടറി കച്ചവടക്കാരന് പരിക്കേറ്റു. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ മലയോര തീരദേശ മേഖലയിലുള്ളവരോട് ജാഗ്രത പുലർത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. വടക്കൻ ജില്ലകളിൽ പലയിടത്തും മഴയോടൊപ്പം കാറ്റും ശക്തമാണ്. രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ കണ്ണൂരിലെ വലിയന്നൂരിൽ ലോട്ടറി കടയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ് കച്ചവടക്കാരന് പരിക്കേറ്റു. വീടുകളുടെ മേൽക്കൂര തകർന്നു. പോസ്റ്റുകൾ വീണതിനെ തുടർന്ന് പലയിടങ്ങളിലും വൈദ്യുതിയും തടസ്സപ്പെട്ടു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കോഴിക്കോട് കക്കയം ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. വെള്ളം പുഴയിലേക്ക് ഒഴുക്കിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. ശക്തമായ കാറ്റിൽ മൊകവൂർ ബൈപ്പാസിലെ അപ്രോച്ച് റോഡിലെ കൂറ്റൻ പരസ്യ ബോർഡ് നിലം പതിച്ചു. പലയിടങ്ങളിലും കടലാക്രമണത്തെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ ആരംഭിച്ച 4 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ശേഷിക്കുന്നത് 52 കുടുംബങ്ങളിൽ നിന്നായി 145 പേരാണ്. കൊയിലാണ്ടി താലൂക്കിലെ ചങ്ങാരോത്ത് വില്ലേജിൽ കടിയങ്ങാട് ALP സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ക്യാമ്പ് വെള്ളം ഇറങ്ങിയതിനെ തുടർന്ന് പിരിച്ചുവിട്ടു. വരും മണിക്കൂറുകളിലും വടക്കൻ ജില്ലകളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മലയോര തീരദേശ മേഖലയിലെ ജനങ്ങളോട് പ്രത്യേക ജാഗ്രത പുലർത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. അമൃത ന്യൂസ്, കോഴിക്കോട്. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ വിദഗ്ധ സമിതി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കമ്പനികൾക്കുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംരക്ഷണ ഭിത്തി അടക്കം തകർന്ന ഭാഗത്തെ 1 കിലോമീറ്റർ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രദേശത്ത് റോഡ് നിർമ്മിക്കുന്നതിന് മണ്ണ് പരിശോധനയടക്കം ഫലപ്രദമായി നടത്തിയില്ല. നിർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്നാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നിർമ്മാണ കമ്പനി അടക്കമുള്ള ഏജൻസികൾക്ക് വൻ വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്. കൂരിയാട് മേഖലയിലെ നെൽപ്പാടങ്ങളിലടക്കം ആവശ്യമായ സാങ്കേതിക പരിശോധന നടന്നില്ലെന്നും ഡിസൈനിൽ വൻ തകരാറുണ്ടെന്നും വിദഗ്ധ സമിതി കണ്ടെത്തി. മലപ്പുറം കൂരിയാട് ദേശീയപാത വീണ്ടും പൊളിഞ്ഞു. പ്രധാന റോഡിന്റെ പാർശ്വഭിത്തി തകർന്ന് സർവീസ് റോഡിലേക്ക് പതിച്ചു. നേരത്തെ അപകടമുണ്ടായതിന് സമീപമാണ് റോഡ് തകർന്നത്. ദേശീയപാതയുടെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് പൊളിഞ്ഞത്. കനത്ത മഴയ്ക്കിടെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിഞ്ഞ് സർവീസ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. പ്രദേശത്ത് കൂടുതൽ സ്ഥലങ്ങളിൽ സർവീസ് റോഡിന് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴ തുടരുന്നതിനാൽ സമീപത്തെ വയലുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. എറണാകുളം കാലടിപ്പാലത്തിലെ കുഴിയിൽ കുരുങ്ങി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കാറിൽ നിന്നിറങ്ങിയ മന്ത്രി പാലത്തിലെ കുഴികൾ പരിശോധിച്ചു. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കാൻ പൊതുമരാമത്ത് സെക്രട്ടറിക്ക് ഫോണിൽ നിർദ്ദേശവും നൽകി. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മന്ത്രി തൃശൂരിലേക്ക് പോകും വഴി ഗതാഗത കുരുക്കിൽ കുടുങ്ങിയത്. പൈലറ്റ് വാഹനത്തിൽ നിന്നുള്ളവർ ഇറങ്ങി മന്ത്രിയെ കടത്തിവിടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നാലെ പ്രദേശവാസികളെത്തി സുരേഷ് ഗോപിയോട് തങ്ങളുടെ ദുരിതം വിവരിക്കുകയായിരുന്നു. കുഴികൾ കാരണം കാലടിപ്പാലത്തിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. കുഴികൾ നികത്താമെന്ന് പൊതുമരാമത്ത് സെക്രട്ടറി ഉറപ്പു നൽകിയതായി സുരേഷ് ഗോപി പറഞ്ഞു. മറ്റു വാർത്തകൾ നോക്കാം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെയും അതിർത്തി കടന്നെത്തുന്ന ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ നിലപാടും നയങ്ങളും വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘം സൗദിയിലെ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. ചൊവ്വാഴ്ച റിയാദിലെത്തിയ സംഘം ഇന്നത്തോടെ സൗദി പര്യടനം പൂർത്തിയാക്കും. ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ പൊതുസമൂഹ പ്രതിനിധികളുമായി സംവദിക്കും. ഷൂറ കൗൺസിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഡോക്ടർ മിഷൽ അൽസില്യമിയുമായി ഇന്നലെ പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. പഹൽഗാമിലെ ക്രൂരമായ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച സൗദി നിലപാടിന് നന്ദി പറഞ്ഞ സംഘം ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള ദൃഢനിശ്ചയത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാക്കി. സംഘം സൗദി വിദേശകാര്യ സഹമന്ത്രി ആദിൽ ബിൻ അഹമ്മദ് അൽ ജുബൈറുമായി ചർച്ച നടത്തി. പ്രിൻസ് സൗദ് അൽ ഫൈസൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിപ്ലോമാറ്റിക് സ്റ്റഡീസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ മുഷ്ബദ ബിൻ ആയിദ് അൽ ഖത്താനിയുമായി സംഘം കണ്ടു. സൗദി സമൂഹത്തിലെ വിശിഷ്ട വ്യക്തികളുടെ പങ്കാളിത്തത്തോടെ ഇവർക്ക് ഇന്ത്യൻ എംബസി അത്താഴവിരുന്നും സംഘടിപ്പിച്ചു. തനിക്ക് നേരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി ശശി തരൂർ MP രംഗത്ത്. തനിക്ക് നേരെയുള്ള വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ തനിക്ക് മറ്റു ചില നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും എക്സിലൂടെ തരൂർ പ്രതികരിച്ചു. തരൂരിനെ പിന്തുണച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും രംഗത്തെത്തി. പ്രതിനിധി സംഘത്തിൽ പോയവർ ഇന്ത്യക്കെതിരെ സംസാരിക്കണമെന്നാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്നും റിജിജു ചോദിച്ചു.
ഭീകരാക്രമണങ്ങൾക്കുള്ള പ്രതികാര നടപടികളെക്കുറിച്ചാണ് താൻ വ്യക്തമായും വിശദമായും സംസാരിച്ചതെന്നും മുൻ യുദ്ധങ്ങളെക്കുറിച്ചല്ലെന്നുമാണ് ശശി തരൂർ വിമർശകർക്ക് മറുപടി നൽകുന്നത്. വിമർശകർക്കും ട്രോളുന്നവർക്കും വാക്കുകൾ വളച്ചൊടിക്കുന്നത് തുടരാമെന്നും തരൂർ വ്യക്തമാക്കി. കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങളോടാണ് തരൂരിന്റെ പ്രതികരണം. ഇന്ത്യ ആദ്യമായാണ് നിയന്ത്രണ രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്നായിരുന്നു തരൂരിന്റെ പ്രസ്താവന. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ അതിശക്തമായ നിലപാടിനെയും 2016 സർജിക്കൽ സ്ട്രൈക്കിനെയും 2019 ബലാക്കോട്ട് വ്യോമാക്രമണത്തെയും പ്രകീർത്തിച്ച് സംസാരിച്ചു. ഇതിനെതിരെയാണ് കോൺഗ്രസിൽ നിന്ന് തരൂരിനെതിരെ വിവാദമുയർന്നത്. പനാമയിലെ സർവകക്ഷി സംഘത്തിന്റെ പര്യടനത്തിലാണ് തരൂരിന്റെ പ്രസ്താവന. പാർട്ടിയോട് ചോദിക്കാതെ കേന്ദ്ര സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതു മുതൽ കോൺഗ്രസും ശശി തരൂരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത അവസാനിച്ചിട്ടില്ല. തരൂരിനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് അമർഷം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പിന്തുണയുമായി BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ കിരൺ റിജിജു രംഗത്തു വന്നു. കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ എംപിമാരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ്യത്തെപ്പറ്റി കോൺഗ്രസിന് എത്രമാത്രം ആശങ്കയുണ്ടെന്നും റിജിജു വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ധനകാര്യ വിഷയങ്ങളിൽ ഉപദേശങ്ങൾ നൽകുകയും സമൂഹമാധ്യമങ്ങളിലൂടെ അത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പുതിയ ലൈസൻസ് നിർബന്ധമാക്കി UAE. ഫിൻഫ്ലുവൻസർ എന്ന പേരിലാണ് സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റി പുതിയ ലൈസൻസ് അവതരിപ്പിച്ചത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബ്ലോഗുകൾ, സെമിനാറുകൾ എന്നിവ വഴിയും ധനകാര്യ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നവരാണ് ഫിൻഫ്ലുവൻസർ ലൈസൻസ് എടുക്കേണ്ടത്. നിക്ഷേപ മാർഗങ്ങൾ, ഓഹരി ഇടപാടുകൾ, ക്രിപ്റ്റോ കറൻസി തുടങ്ങി ധനകാര്യ വിഷയങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പൊതുയിടങ്ങളിൽ സംസാരിക്കുന്നവർക്ക് ലൈസൻസ് നിർബന്ധമാണ്. UAEയുടെ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിച്ച വിവരങ്ങളുടെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനാണ് ലൈസൻസ് നിർബന്ധമാക്കിയതെന്ന് സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റി വ്യക്തമാക്കി. ഓഹരികൾ വാങ്ങുന്നതും വിൽക്കുന്നതും സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ നൽകുന്നവർ, നിക്ഷേപം സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ നടത്തുന്നവർ, ട്രേഡിംഗ്, നിക്ഷേപം എന്നിവ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ സംസാരിക്കുന്നവർ തുടങ്ങി സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച് പൊതുയിടങ്ങളിൽ സംസാരിക്കുന്നവർക്കെല്ലാം ലൈസൻസ് നിർബന്ധമാണ്. ലൈസൻസ് സംബന്ധിച്ചുള്ള നടപടികൾ ലഘൂകരിക്കാൻ ആദ്യ 3 വർഷത്തേക്ക് ലൈസൻസ് ഫീസ് ഉണ്ടാവില്ലെന്നും സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റി അറിയിച്ചു. അമൃത ന്യൂസ്, ദുബായ്. വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ പാസ്പോർട്ടിൽ പങ്കാളികളുടെ പേര് ചേർക്കാനുള്ള സംവിധാനം പ്രാബല്യത്തിൽ വന്നുവെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. അനക്സർ J എന്ന പേരിലുള്ള ഫോം സമർപ്പിച്ചാൽ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ പങ്കാളികൾക്ക് ഇതിനായുള്ള നടപടികൾ പൂർത്തിയാക്കാം. വിവാഹിതരാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലമാണ് അനക്സർ J. പങ്കാളികളുടെ ഒരുമിച്ചുള്ള ഫോട്ടോ, പേര്, മേൽവിലാസം, പാസ്പോർട്ട്, ആധാർ, വോട്ടർ ID നമ്പറുകൾ എന്നിവ ഉൾപ്പെടെയാണ് സത്യവാങ്മൂലം നൽകേണ്ടത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് പ്രവാസികൾക്കുൾപ്പെടെ ഏറെ ഗുണം ചെയ്യുന്ന പുതിയ മാർഗനിർദ്ദേശം നേരത്തെ പുറത്തിറക്കിയത്. ട്രാഫിക് പിഴകൾ ഒഴിവാക്കി നൽകുമെന്ന് കാണിച്ച് പ്രചരിക്കുന്ന വ്യാജ സമൂഹമാധ്യമ സന്ദേശങ്ങളെ അവഗണിക്കണമെന്ന് അബുദാബി പോലീസ് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ട്രാഫിക് പിഴയിൽ 90% വരെ ഇളവ്, ബ്ലാക്ക് പോയിന്റുകളും വാഹനം കണ്ടുകെട്ടലും ഒഴിവാക്കും എന്നിവ കാണിച്ചാണ് വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത്. പോലീസ്, ട്രാഫിക് സേവനങ്ങൾ, വാഹന രജിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്ന ഓൺലൈൻ സേവനങ്ങളുടെ ഇരകളാകരുതെന്നാണ് അബുദാബി പോലീസ് ഈയിടെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്ന് മാത്രം വിവരങ്ങൾ തേടണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിന് നിയമപാലകർ, ബാങ്കുകൾ, മാധ്യമ സ്ഥാപനങ്ങൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്കിടയിൽ ഏകോപിത ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ഓപ്പൺ ഹൗസ് ജൂൺ 4 അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിലെ എംബസി ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് 12 ആരംഭിക്കും. രാവിലെ 11 മുതൽ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ പൗരന്മാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതിയോ അപേക്ഷയോ ഉണ്ടെങ്കിൽ സ്ഥാനപതി മുൻപാകെ നേരിട്ട് സമർപ്പിക്കാം. കുവൈറ്റിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് പ്രവാസി അധ്യാപകരുടെ നിയമനം സിവിൽ സർവീസ് കമ്മീഷൻ താൽക്കാലികമായി നിർത്തിവെച്ചു. നിലവിലെ അധ്യയന വർഷം അവസാനിക്കാനിരിക്കെയാണ് നടപടി. കേന്ദ്ര തൊഴിൽ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വദേശികളുടെ നാമനിർദ്ദേശം ചെയ്യുന്നതുവരെ ഇത് തുടരുമെന്ന് സിവിൽ സർവീസ് ബ്യൂറോ അറിയിച്ചു. ഇതിനു പുറമെ നിയമപരമായി പരമാവധി സേവന കാലാവധി പൂർത്തിയാക്കിയ അധ്യാപകരും അഡ്മിനിസ്ട്രേറ്റർമാരും ഉൾപ്പെടെ 60 പ്രവാസി ജീവനക്കാരെ പിരിച്ചുവിടാനും മന്ത്രാലയം പദ്ധതി തയ്യാറാക്കി. ഇതിനായി മന്ത്രാലയത്തിന്റെ ജനറൽ ഓഫീസ് വിവിധ വിദ്യാഭ്യാസ ജില്ലകളിലും തലങ്ങളിലുമായി 34 വർഷത്തിലേറെയായി സേവനം അനുഷ്ഠിച്ചു വരുന്ന സ്വദേശി ഇതര ജീവനക്കാരുടെ പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട്. എലിമെന്ററി, മിഡിൽ, സെക്കൻഡറി സ്കൂളുകളിൽ വിവിധ സ്പെഷ്യാലിറ്റികളിലായി ജോലി ചെയ്യുന്ന 55 അധ്യാപകരെയും നിയമപരമായ സേവന കാലയളവ് പൂർത്തിയാക്കിയ 5 അഡ്മിനിസ്ട്രേറ്റർമാരും ഇവരിൽ ഉൾപ്പെടുന്നു.
കുവൈറ്റിലെ ആശുപത്രികൾ, മെഡിക്കൽ സെന്ററുകൾ, ക്ലിനിക്കുകൾ, ലബോറട്ടറികൾ എന്നിവയുൾപ്പെടെ 23 ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങളെ മെഡിക്കൽ ലയബിലിറ്റി അതോറിറ്റിക്ക് കൈമാറാൻ ഉത്തരവ്. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയാണ് ഉത്തരവിട്ടത്. അംഗീകൃത പരസ്യം ചെയ്യൽ, വൈദ്യശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച നിയന്ത്രണങ്ങൾ ലംഘിച്ച 5 ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും ഉത്തരവിൽ നിർദ്ദേശിച്ചു. മെഡിക്കൽ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ പ്രത്യേക പരിശോധനാ സംഘങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടികളെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. ചില പരസ്യങ്ങൾ മെഡിക്കൽ പ്രൊഫഷന്റെ ഉന്നതമായ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രൊഫഷണൽ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത വാണിജ്യപരമായ സ്വഭാവമുണ്ടെന്നും അധികൃതർ കണ്ടെത്തിയിരുന്നു. പരിശുദ്ധ ഹജ്ജ് തീർത്ഥാടനത്തിനായി മക്കയിലെത്തുന്ന വിശ്വാസികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും തിരിച്ചു വരാനും സൗജന്യ ബസ് സേവനവും കേരള ഫുഡ് അടക്കമുള്ള സമ്പൂർണ്ണ ഭക്ഷണ സൗകര്യവും ഒരുക്കി മക്കയിലെ അൽ വഫ ഹൈപ്പർ മാർക്കറ്റ് ശ്രദ്ധ നേടുന്നു. മക്ക വഫ ഹൈപ്പർ മാർക്കറ്റിലെ ഹജ്ജ് ഉംറ സൂഖ് ചർച്ചയാകുന്നു. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി എത്തുന്ന ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സ്പെഷ്യൽ പാക്കേജ് ഒരുക്കി മക്കയിലെ ഹൈപ്പർ അൽ വഫ ശ്രദ്ധേയമാകുന്നു. വിദേശങ്ങളിൽ നിന്ന് വരുന്ന മലയാളികളടക്കമുള്ള എല്ലാ ഹജ്ജ് തീർത്ഥാടകർക്കും അന്യസ്ഥലങ്ങളിലെ ഹോട്ടലുകളിൽ താമസിക്കുന്ന ഹാജിമാർക്ക് സ്വന്തം റൂമിൽ നിന്ന് മക്കയിലെ അൽ വഫ ഹൈപ്പർ മാർക്കറ്റിലേക്കും തിരിച്ചെത്താനും സൗജന്യ ബസ് സേവനം ഒരുക്കിയിരിക്കുന്നു. ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാനും പറ്റിയ, വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാനും സഹായിക്കാനും പറ്റിയ ജീവനക്കാരെ നിയമിച്ചതായി വഫ മാനേജ്മെന്റ് അറിയിച്ചു. മലയാളികളുടെ രുചിക്കിണങ്ങിയ പരിപൂർണ കേരള ഭക്ഷണവും ഇവിടെ ലഭ്യമാണ്. ക്വാളിറ്റിയുള്ള ഇഹ്റാം തുണി, തസ്ബീഹ്മാല, മുസല്ല, വാച്ച്, മൊബൈൽ സിം തുടങ്ങി ഹജ്ജ് സീസണിൽ തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള എല്ലാ ആവശ്യങ്ങളും ഒരു സ്ഥലത്ത് ലഭിക്കുന്ന ഉംറ ഹജ്ജ് സൂഖ് മക്ക അൽ വഫ ഹൈപ്പർ മാർക്കറ്റിന്റെ മാത്രം പ്രത്യേകതയാണ്. നാട്ടിൽ നിന്ന് വരുന്ന ഹജ്ജ് തീർത്ഥാടകർക്കും ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഹാജിമാർക്കും തങ്ങളുടെ ഉറ്റവർക്ക് ഗിഫ്റ്റുകൾ അടക്കം നാട്ടിലേക്ക് സാധാരണ ഹാജിമാർ കൊണ്ടുപോകുന്ന എല്ലാ സാധനങ്ങളും വളരെ വിലക്കുറവിൽ മക്കയിലെയും ജിദ്ദ, തായിഫ് അടക്കമുള്ള വഫ ഹൈപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. തീർത്ഥാടകർ വരുമ്പോഴും നാട്ടിലേക്ക് മടങ്ങുമ്പോഴും മസ്റ്റ് വിസിറ്റ് സ്ഥലമായി വഫ ഹൈപ്പർ മാർക്കറ്റുകൾ മാറിയിട്ടുണ്ട്. സുൽഫിഖറദായി, അമൃത ന്യൂസ്, ജിദ്ദ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ സാമ്പത്തിക നയത്തിന് കനത്ത തിരിച്ചടി നൽകി US ഫെഡറൽ കോടതി. വിവിധ രാജ്യങ്ങൾക്കുമേൽ ട്രംപ് ഭരണകൂടം ചുമത്തിയ താരിഫ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടു. ഏകപക്ഷീയമായി തോന്നിയതുപോലെ വിവിധ രാജ്യങ്ങൾക്കുമേൽ താരിഫ് ചുമത്തിയ ട്രംപിന്റെ നടപടിയെ അധികാര ദുർവിനിയോഗമെന്നാണ് ഫെഡറൽ കോടതി നിരീക്ഷിച്ചത്. ചുങ്കം ചുമത്താൻ പ്രസിഡന്റിന് ഏകപക്ഷീയമായി അധികാരമില്ല. മറ്റ് രാജ്യങ്ങളുമായുള്ള വാണിജ്യം നിയന്ത്രിക്കുന്നതിന് US ഭരണഘടന കോൺഗ്രസിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്നുണ്ടെന്നും സമ്പദ്വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരം ഇതിനെ മറികടക്കുന്നില്ലെന്നും മാൻഹാട്ടൻ ആസ്ഥാനമായുള്ള കോടതി പറഞ്ഞു. എന്തായാലും വിധി വന്ന മിനിറ്റുകൾക്കുള്ളിൽ ട്രംപ് ഭരണകൂടം അപ്പീൽ നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ അടിയന്തരമായ സാഹചര്യങ്ങളെ നേരിടേണ്ടത് തിരഞ്ഞെടുക്കപ്പെടാത്ത ജഡ്ജിമാരുടെ ഉത്തരവാദിത്വമല്ലെന്നും മറിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വമാണെന്നും വൈറ്റ് ഹൌസ് വാർത്താവിനിമയ വക്താവ് ഖുഷ് ദേശായി പ്രസ്താവനയിറക്കി. എന്നാൽ ഫെഡറൽ കോടതി വിധിയെ പിന്താങ്ങി ന്യൂയോർക്ക് അറ്റോർണി ജനറൽ അടക്കം 12 സ്റ്റേറ്റുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. അറബിക്കടലിലെ കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സർക്കാർ. പാരിസ്ഥിതിക സാമൂഹിക ആഘാതം കണക്കിലെടുത്താണ് നടപടി. റവന്യൂ സെക്രട്ടറി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. ഇനി ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് നടപടികൾ ആരംഭിക്കും. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് ആവശ്യപ്പെടാനും ഇതോടെ കഴിയും. കപ്പലിലുണ്ടായിരുന്ന 56 കണ്ടെയ്നറുകളാണ് ഇതുവരെ സംസ്ഥാനത്ത് വിവിധ തീരങ്ങളിലായി അടിഞ്ഞത്. ഇവയിൽ അപകടകരമായ രാസവസ്തുക്കളില്ല. പ്ലാസ്റ്റിക് പല്ലറ്റ്സ് കടലിൽ വീണിട്ടുണ്ട്. അപകടമുണ്ടായ കടൽ മേഖലയിൽ എണ്ണയുടെ അംശം കലർന്നിട്ടുണ്ട്. ഇത് നിയന്ത്രണ വിധേയമാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കൊല്ലം ശക്തികുളങ്ങരയിൽ അടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തമുണ്ടായി. കണ്ടെയ്നറിലെ തെർമോകോൾ കവചത്തിലാണ് തീപിടിച്ചത്. കണ്ടെയ്നർ തീരത്തു നിന്നും മാറ്റുന്നതിനായി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കോഴിക്കോട് 7 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന പരാതിയിൽ 2 നാടോടികൾ പിടിയിൽ. മംഗലാപുരം സ്വദേശികളായ ശ്രീനിവാസൻ, ലക്ഷ്മി എന്നിവരാണ് വെള്ളയിൽ പോലീസിന്റെ പിടിയിലായത്. അവധിക്കാലം ആഘോഷിക്കാൻ പുതിയ കടവ് ബീച്ചിലെ ഉമ്മയുടെ വീട്ടിലെത്തിയ കുട്ടിയെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്.
IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ ഒന്നാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ തകർത്താണ് ബംഗളൂരു ഫൈനലിൽ കടന്നത്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 101 റൺസിന് പുറത്തായി. ജോസ് ഹെസൽവുഡ്, സുയാഷ് ശർമ്മ എന്നിവരുടെ ബൌളിംഗ് മികവിലൂടെയാണ് ബംഗളൂരുവിന് പഞ്ചാബിനെ തളയ്ക്കാനായത്. 26 റൺസ് എടുത്ത മാർക്കസ് സ്റ്റോണിസ് മാത്രമാണ് പഞ്ചാബിനായി തിളങ്ങിയത്. മറുപടി ബാറ്റിംഗിൽ ബംഗളൂരു 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.